സെർവിക്കൽ ക്യാൻസർ ഗ്ലോബലി സ്ത്രീകളിൽ കണ്ടുവരുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസറുകളിൽ 4th പ്ലേസിൽ 4ാം സ്ഥാനത്താണ് ഈ സെർവിക്കൽ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസറുകളിൽ 99% കാരണമാകുന്നത് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന രോഗാണുവാണ്. ഇന്ന് ഈ സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയുടെ ആരോഗ്യ രംഗത്ത് വളരെ വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെർവിക്കൽ ക്യാൻസറിനെതിരെ പോരാടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആണിത്. പ്രതിവർഷം അപ്രോക്സിമേറ്റ്ലി 1,27,000 കേസസ് റിപ്പോർട്ട് ചെയ്യുകയും അതിൽ 80,000 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രൈമറിലി ഇത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് ഉണ്ടാകുന്നത്. സോ ദ റിസ്ക് ഫാക്ടേഴ്സ് ആർ HIV/AIDS, ഇയർലി മാരേജസ്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നത്. ഇതെല്ലാം സെർവിക്കൽ ക്യാൻസറിന് വഴിവെക്കും. എന്തൊക്കെ സിംറ്റംസ് ആണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിൽ കണ്ടുവരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീക്വന്റ് ആയി നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ്, സെക്സിൽ ഏർപ്പെടുമ്പോഴോ അത് കഴിഞ്ഞിട്ടോ, അതുമല്ലെങ്കിൽ പീരീഡ്സിന്റെ ഇടയിൽ. പിന്നെ പറയാൻ കഴിയുക അൺയൂഷ്വൽ ഡിസ്ചാർജ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെയിൻ, വേദന അനുഭവപ്പെടാം, ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം, പെൽവിക് റീജിയണിൽ വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ ലോവർ ബാക്കിൽ പെയിൻ അനുഭവപ്പെടാം. സെർവിക്കൽ ക്യാൻസറിനെ പറ്റി ചില മിത്ത്, ചില തെറ്റിദ്ധാരണകൾ ഇന്ന് ജനങ്ങൾക്കിടയിലുണ്ട്. അവയിൽ ചിലത് ഞാൻ പറയാം. ഒന്നാമത്, സെർവിക്കൽ സ്ക്രീനിങ് ചെയ്യുമ്പോൾ അത് നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് തടയുമെന്ന് ചില സ്ത്രീകൾ ഇന്ന് വിശ്വസിക്കുന്നു. ബട്ട് ദ ആക്ച്വൽ ഫാക്ട് എന്ന് പറയുന്നത്, സെർവിക്കൽ സ്ക്രീനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ സെർവിക്സിന്റെ ആരോഗ്യത്തെയും അതിലെ കോശങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി, ഒരു വഴി മാത്രമാണ് ഈ സെർവിക്കൽ സ്ക്രീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു തരത്തിലും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് തടയില്ല. അല്ലെങ്കിൽ സെർവിക്കൽ സ്ക്രീനിങ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസറേ വരില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, സെർവിക്കൽ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ട് എന്നുറപ്പിക്കാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ഇറ്റ് ഈസ് ഓൾസോ എ മിത്ത്. ഹിയർ ദ ആക്ച്വൽ ഫാക്ട് എന്ന് പറയുന്നത്, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടായാൽ നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ ഇറ്റ് വുഡ് ഹാപ്പൻ. ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് എന്ന് മാത്രം. മൂന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത്, പ്രായമായ സ്ത്രീകൾക്ക് സെർവിക്കൽ സ്ക്രീനിങ്ങിന്റെ ആവശ്യകതയേ ഇല്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി റോങ്. പ്രായമായവർ ഉറപ്പായും ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി 50 മുതൽ 64 വയസ്സ് പ്രായമായവർ ഷുഡ് ഡു ദിസ്. ഓരോ 5 വർഷത്തിലും ഇത് ചെയ്തിരിക്കണം. ഇതിലൂടെ നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടോ എന്ന് നേരത്തെ ഇയർലി ഡിറ്റക്ട് ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ സുഖപ്പെടുത്താനും കഴിയും. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം. അത് നിങ്ങളുടെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ 25 വയസ്സ് മുതൽ 65 വയസ്സ് പ്രായമായ സ്ത്രീകളാണെങ്കിൽ സെർവിക്കൽ സ്ക്രീനിങ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ ഇയർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റിംഗ് നെസസറി ട്രീറ്റ്മെന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ തേടണം. ഏഷ്യൻ കൺട്രീസിൽ കൂടുതലായി സെർവിക്കൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ അതിൽ 5ാം സ്ഥാനത്താണ്. ഈ സെർവിക്കൽ ക്യാൻസറിനെ തുടച്ചു നീക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ്, ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ, ലിമിറ്റഡ് അവയർനെസ്, ശരിയായ ബോധവൽക്കരണമില്ലായ്മ, പർട്ടിക്കുലർലി റൂറൽ ഏരിയകളിൽ. സെക്കൻഡ് വൺ, ആവശ്യത്തിന് സ്ക്രീനിംഗ് പ്രോഗ്രാംസ് ഇല്ലാത്തത്. ഇത് കാരണം ലാസ്റ്റ് സ്റ്റേജിൽ ഡയഗ്നോസിസ് ചെയ്യേണ്ടതായി വരും. തേർഡ് വൺ, സ്കിൽഡ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ്, ഓങ്കോളജിസ്റ്റ് ഇവരുടെ അഭാവം. ഫോർത്ത് വൺ, HPV വാക്സിനെതിരെയുള്ള തെറ്റായ ധാരണ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ സെർവിക്കൽ ക്യാൻസറിനെതിരെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, 90-70-90 എന്ന ടാഗോടെ. ഇത് അർത്ഥമാക്കുന്നത് 90% പെൺകുട്ടികൾക്ക് 15 വയസ്സോടെ HPV വാക്സിനേഷൻ കൊടുക്കുക, 70% സ്ത്രീകൾ 35-45 വയസ്സിന് മുൻപേ സെർവിക്കൽ സ്ക്രീനിംഗ് നടത്തുക, 90% സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് സ്ത്രീകൾക്ക് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇവയെല്ലാം 2030 പൂർത്തീകരിക്കുക. സോ സ്ക്രീനിങ് ഈസ് മസ്റ്റ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇയർലി ഡിറ്റക്ട് ചെയ്ത് അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്ത് മാറ്റി നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാം. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്.